ചിന്തിക്കാനുള്ള കഴിവ് നിനക്ക് പടച്ചതമ്പുരാ തന്നില്ലേ? പിന്നെ എന്തിനാ ദുനിയാവിന്റെ രസവും സുഖവും മാത്രം നീ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് മരണപ്പെട്ടോൾ ആരാണ് മോനെ നിന്റെ അരികിലേക്ക് വരിക? 3 പിടി മണ്ണ് വാരിയിടാൻ പോലും ആളില്ലാത്ത സ്നേഹബന്ധത്തിന്റെ വിലയില്ലാത്ത കാലഘട്ടമോ? ഖബറിന്റെ കത്ത് ഭയാനകരമായ അദാബ് തരുന്നതെന്ന് മാത്രമല്ലോ തീനത്തിൽ ഖബൂൽ എന്ന് പറയുന്ന പാനീയം നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. നബി തങ്ങളോട് സഹാബികൾ ചോദിക്കുന്ന നബിയേ വമാ തീനത്തുൽ ഖബൂൽ, തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? മുത്തു റസൂൽ കൊടുത്ത മറുപടി എന്തോ വഹുവ അറഖു അഹ്ലിന്നാർ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമോ, അവിടെ ശരീരം ഉരുകി ഒലിക്കുന്ന വിയർപ്പോ, അതാണ് കള്ളുകുടിയാ നിനക്ക് തരാൻ വെച്ചിരിക്കുന്നത്. മോളനിക്കാഹിന്റെ VIP-കൾക്ക് ലോഡ്ജെടുത്ത് കൊടുത്തിട്ട് കള്ളുകുപ്പിക്ക് കാശ് കൊടുക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ സംസ്കാര ബോധമുണ്ടെന്ന് വീമ്പിളക്കുന്ന പണവർഗക്കാരെ പഠിച്ചുകൊള്ളുകോ. എന്ത് തോന്നിവാസവും പണമുള്ളത് കൊണ്ട് നടത്താമെന്ന തീരുമാനം വന്നു പോരെങ്കിൽ സർവ്വതും അതുപോലെ നടത്താൻ കഴിവുള്ള പടച്ചോന്റെ കോടതി നിനക്ക് തരുന്നത് നരകത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതവർക്ക് കൊടുക്കുന്ന വെള്ളമെന്താ? രണ്ടാമത് കൊടുക്കുന്ന വെള്ളമെന്തോ സഖാഹുല്ലാഹു മിൻ നഹ്രിൻ ഊത്താ, നഹ്രിൻ ഊത്തയുടെ വെള്ളമാണ്. യാ റസൂലല്ലാഹ്, നഹ്രിൻ ഊത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വഹുവ യജ്രി മിൻ ഫുറൂജിൽ മുമിസാ, വ്യഭിചാരിണികളും വ്യഭിചാരികളും ഉൾപ്പെടെയുള്ള തെറ്റുകാരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് നരകലോകത്ത് ഒലിച്ചിറങ്ങുന്ന നരകത്തിയുടെ ഗന്ധമുണ്ടല്ലോ, അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സമുദ്രമുണ്ട്. അതാണ് നഹ്രിൻ ഊത്താ. കവിയുടെ വാക്കുകൾ നീ ശ്രമിക്കേണ്ട പോലെ മുത്തുനബി പറഞ്ഞത് കേട്ടിട്ട് പേടി തോന്നുന്നില്ലേ ചെറുപ്പക്കാരാ? ഇന്ന് മരിച്ചാ നാളെ കബറിലാണ് പോലെ. തോളത്ത് കൈയിട്ടവരില്ല, കൂടെ നടന്നവരില്ല, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവരില്ല, തകർന്ന മനസ്സുമാര് കൊണ്ടുവന്നവരില്ല, ആരുമില്ലടാ, ആരോരുമില്ലടാ. കബറിന്റെ കത്തൊറ്റക്കാണ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത് അല്ലാഹു കൊടുക്കുന്ന പാനീയമെന്തോ? നിങ്ങൾ സമ്മില്ല സാബുദോ, അത് മൂന്നാമത് കള്ളുകുടിയന് പടച്ചോൻ കൊടുക്കുന്നതാണ്. അതെന്തെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തരാ ശർബത്തം ബിസിഖാത്തതി ലഹ്മി വജ്ഹിഹി, കുടിക്കുന്ന സ്ഥലം മുഴുവനും വെന്തുരുകി പോകുന്ന പാനീയമാണ്. ഒരൽപ്പം ബാക്കിയകത്തേക്ക് വെച്ചാൽ മുഖമുരുകി പോകുന്നതാ, നാവ് വെന്തു പോകുന്നതാ, കവിൾ ഉരുകി പോകുന്നതോ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണ റബ്ബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? വലൗ അന്ന തിൽക ശുർബത്തി തുസബ്ബു ഫിസ് സമാവാത്, ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും ദുനിയാവിന്റെ ആകാശത്തിൽ നിന്ന് അല്ലാഹു ഒലിച്ചു കളഞ്ഞോ, ലഹു തറക്കത്തിസ് സമാവാത്, ആകാശ ലോകങ്ങൾ മുഴുവനും കരിഞ്ഞു പോകുന്നതോ. ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളിയില്ലേ കല്ലുകുടിയന്മാർക്ക് പടച്ചോൻ വെച്ചിരിക്കുന്നു. തീനത്തിൽ ഖബാല് പോലെ, നെഹ്രിൻ ഊത്തത്ത് പോലെയുള്ള ആ വെള്ളത്തിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ ആകാശത്തിൽ നിന്ന് താഴെ കൊടുത്താൽ ലഹു തറക്കത്തിസ് സമാവാത്, ആകാശം മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നതാ, ഭൂമി മുഴുവനും തകർന്നടിഞ്ഞു പോകുന്നതാ. വേണമോ പ്രിയപ്പെട്ടവരെ? വേണമെങ്കിൽ കുടിച്ചുകൊള്ളുക. പിന്നെ നിന്റെ നിസ്കാരം റബ്ബിന് വേണ്ടോ? പിന്നെ നിന്റെ സ്വലാത്ത് റബ്ബിന് വേണ്ടോ? പിന്നെ നിന്റെ സ്വരക്ക പടച്ചവന് വേണ്ടോ? എന്തിനാണ് അള്ള വേണ്ടെന്ന് പറഞ്ഞ മദ്യം നമുക്കെന്തിനാ? അത് കുടിക്കാതെ ജീവിച്ചുകൂടെ? അത് കുടിക്കാതെ ജീവിച്ചുകൂടെ? അത് കുടിക്കാതെ രക്ഷപ്പെട്ടുകൂടെ? അത് കുടിക്കാതെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചുകൂടെ? ആരാ നിനക്ക് ആരോഗ്യം തന്നത്? മറ്റ് രാജാക്കന്മാരാണോ? നിനക്ക് കഴിവ് തന്നതാരാ? നിനക്ക് പണം തന്നതാരാ? നിനക്ക് പവർ തന്നതാരാ? കള്ളുകുടിച്ച് കൂത്താടാനുള്ള ആരോഗ്യം തന്നതാരാ? അതിന് പണത്തിന് വഴിതെളിച്ചു തന്നതാരാ? സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിരുന്ന പടച്ചതമ്പുരാനോട് ഒരു നാല് കാണിക്കുന്ന നന്ദി പോലും കാണിക്കാതെ ഡിസംബർ 31 പാതിരാത്രിയിൽ ഒരു വർഷം കൂടി എനിക്ക് നീട്ടിത്തന്ന റബ്ബേ എന്ന് പറഞ്ഞ് 12 മണിയാകുമ്പോ കല്ലൊഴിച്ചു കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ വർഷം
വർഷം ഇടങ്ങേറാണെന്ന് ഭ്രാന്തനെ പോലെ ഭ്രാന്തുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, കേരളത്തിന്റെ മലപ്പുറം ജില്ലകളുടെ മാറുംതേര് ചരിത്രമാവുകയോ? പൊട്ടിക്കരന്നുകൊണ്ട് കണ്ണീരൊഴുക്കിയിട്ട് കുടിച്ചുപോലെ കേരളം കുടിച്ചു തീർത്ത 18,000 കോടി കല്ലിനേക്കാൾ വിലപിടിപ്പുള്ള മുസ്ലിം ചെറുപ്പക്കാരന്റെ സംഖ്യ പൊട്ടിയ കണ്ണുനീരിന്റെ വില അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എടുത്തു കൊടുത്തിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പോവുകയോ? ഈ സമുദായത്തിന്റെ മക്കള് നട്ടല്ലുറപ്പോടെ തീരുമാനമെടുക്കാൻ പോവുകയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, മനോഹരമായ കൽബ് പൊട്ടിപ്പോകുന്ന അത്ഭുതം സ്മരിക്കുന്ന ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഈ രാത്രി തൗബയ്ക്ക് വേണ്ടി, കണ്ണീരിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറുകയാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അത്ഭുതകരമായ ഒരു ചരിത്ര സംഭവം. ഖബർ തോണ്ടി പരിശോധിച്ചു നോക്കിയ, ഖബർ പിളർന്നു പരിശോധിച്ചു നോക്കിയ ഒരു മനുഷ്യന്റെ കണ്ണീരിലയിപ്പിക്കുന്ന ഒരു കഥ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം, ആ കണ്ടുപോയ ഖബറിന്റെ അകത്ത് ഒരവസ്ഥയിലും ഞങ്ങൾ ഉണ്ടാവൂല എന്ന് ഉറപ്പു തരണം. ഈ ബന്ധങ്ങളൊന്നും നമുക്ക് പരലോകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഉപയോഗമില്ല സഹോദരങ്ങളെ, ഒരു ഉപയോഗവുമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയാൽ കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ടാകണം, ആ ബന്ധത്തിന് വിലയുണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അത് അബ്ദുൽ മലിക് ബിൻ മർവാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നു. ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നു. അന്ന ശാബൻ ജാഅ ഇലൈഹി ബാക്കിയൻ ഖസീന. അബ്ദുൽ മലിക് ബിൻ മർവാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് നെഞ്ചത്തെടുത്ത് നിലവിളിച്ച് വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വന്നത്. ഫഹല്ലീ മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ തങ്ങളെ? വമാരംബുക, നിന്റെ പാപമെന്താ, നിന്റെ പാപമെന്താ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, എല്ലാ ദിവസവും ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ നീ ഖബറിന്റെ അത്ഭുതങ്ങളെ, ഖബറിന്റെ അകത്ത് അടക്കിയിരിക്കുന്ന മയ്യിത്തുകളുടെ അത്ഭുതങ്ങളെ നീ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ അല്ലാ. നിന്റെ മഹാന്മാർക്കും ആരിഫീങ്ങൾക്കും മാത്രം കാണിച്ചു കൊടുത്ത അല്ലാ, എനിക്കൊന്ന് കാണണമല്ലോ, എനിക്കൊന്ന് കാണണമല്ലോ, എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ അടക്കിയിരിക്കുന്ന ഖബറുകളെ തുറന്നു നോക്കാൻ പോവുകയാ. പഠിച്ചുകൊള്ളുക ചെറുപ്പക്കാരാ, ഖബറടക്കിയത് മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഖബറിന്റെ അകത്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അബ്ദുൽ മലിക് ബിൻ മർവാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ ദുആ ചെയ്തിട്ട് ഖബർ തുറക്കാൻ പോയി തങ്ങളെ, അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞു, പടച്ചവനെ എനിക്ക്